പറയാത്തോടത്തോളം കാലം ഞാൻ ഇതിന് പറയാൻ പറ്റുന്നില്ല, ആൻസർ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ക്ലിയർ ആയി. ഓക്കെ, സാരില്ല, വിട്ടേക്കും. അപ്പൊ എന്താ, പാട്ടുകാരി അഞ്ജു ജോസഫിനെ മിക്കവർക്കും അറിയാം. ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ മലയാളികളുടെ മനസ്സിൽ പ്രിയപ്പെട്ടവളായിട്ട് മാറിയ ആളാണ് അഞ്ജു. മനോഹരമായ പാട്ടും ക്യൂട്ട്നെസ്സും ഒക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ചിത്ര ചേച്ചി പോലും അഞ്ജുവിൻ്റെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് കയ്യിലെ വള വരെ ഊരി കൊടുത്തിട്ടുണ്ട് അഞ്ജുവിന്. പെട്ടെന്നാണ് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായിട്ട് അഞ്ജു മാറിയത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന ചാനലിൽ അടുത്തിടെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു അഞ്ജുവുമായിട്ട്. രമ്യ ആയിരുന്നു അതിൻ്റെ ആങ്കർ. അടുത്തിടെ ചന്ദനമഴയിലെ അമൃത എന്ന കഥാപാത്രമായി അഭിനയിച്ച് മേഘന വിൻസെൻറ്റിനെയും ഇൻ്റർവ്യൂ ചെയ്തത് ഈ രമ്യ തന്നെയായിരുന്നു. അന്ന് രമ്യയ്ക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ചോദ്യങ്ങൾ ഒരുപാട് രീതിയിൽ ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിച്ച് മേഘനയെ ഒരുപാട് കഷ്ടപ്പെടുത്തി എന്ന ആരോപണങ്ങളായിരുന്നു അന്ന് രമ്യക്കെതിരെ വന്നിരുന്നത്. ആ വീഡിയോ മുമ്പ് ഞാൻ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. ആരും വിമർശിച്ചിട്ടും രമ്യയ്ക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. അഞ്ജുവുമായിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടു നോക്കിയാൽ അത് മനസ്സിലാകും. നമ്മൾക്ക് കുറച്ച് കണ്ടിട്ട് വരാം. എനിക്ക് എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഐ ഹാഡ് ഇഷ്യൂസ്. എനിക്ക് ക്ലിനിക്കലി ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്നു. അത് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഇതായിരുന്നു. മറ്റേ ഡിപ്രഷൻ എന്ന് പറഞ്ഞ് വെറുതെ പറയുന്ന സംസാരിക്കുന്നുണ്ട് ഞാൻ ചോദിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെറുപ്പം മുതലേ OCD ക്യാരി ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പൊ ഈ റിലേഷൻ ബ്രേക്കപ്പ് ആവാനും കാരണം ഒരുപക്ഷെ ഈ OCD സിൻഡ്രോം ആയിരിക്കും. OCD അല്ല, അതിന് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ റീസൺസ് ഉണ്ട്. പക്ഷേ ഐ കാൺ റിവീൽ ചെയ്യാൻ പറ്റില്ല. അല്ലല്ല, അത് നമ്മുടെ പേഴ്സണൽ അല്ല. ഞാൻ ചോദിക്കുന്നത് ഈ OCD കാരണമാണോ അത് എന്ന് നമ്മളിപ്പോ OCDനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചുകൊണ്ട് ചോദിച്ചത്. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഐ ഹാഡ് ഇഷ്യൂസ്. എനിക്ക് ക്ലിനിക്കലി ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്നു. അത് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഇതായിരുന്നു. മറ്റേ ഡിപ്രഷൻ എന്ന് പറഞ്ഞ് വെറുതെ പറയുന്ന സാധനമല്ല, ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിരുന്നു. മെഡിക്കേഷൻ വേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു 1.5 മാസത്തോളം ഞാൻ ഉറങ്ങിയതേ ഇല്ല. ഡെയിലും ഉറങ്ങില്ല, നൈറ്റ് ഉറങ്ങില്ല, ഫുൾ ടൈം ഓണാണ്. അപ്പൊ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കും അറിയത്തില്ല. മൊത്തം നമ്പാണ്. എനിക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ട്. പക്ഷെ ഡിപ്രഷൻ ഇത് മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം ഞാൻ ഷോസും ചെയ്യുന്നുണ്ടായിരുന്നു. ഷോസ് ചെയ്യുമ്പോൾ ഞാൻ പോയി ഒരു ഫേക്ക് ചിരിയും ഇട്ടിട്ട്, പക്ഷെ അവിടെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നുണ്ടായിരുന്നോ? യെസ്, ചെയ്യും. കാരണം നമ്മളെ ജോലിയല്ലേ നമുക്ക്. എനിക്ക് അതും ഈ OCD ഭാഗമാണ്, ഒബ്സെഷനാണ്. OCD പേഷ്യൻ്റാണ് താനെന്ന് ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ തന്നെ അഞ്ജു തുറന്ന് പറയുന്നുണ്ട്. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന ഈ രോഗം, അതിൻ്റെ പ്രധാന ലക്ഷണം വന്നിട്ട് സാധനങ്ങളൊക്കെ പ്രത്യേക രീതിയിൽ അടുക്കി വയ്ക്കുക, വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ ആവർത്തിച്ച് വരിക, പിന്നെയും കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്തോ എന്നൊരു സംശയമുണ്ടെങ്കിൽ പിന്നെയും അത് ചെന്ന് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ പല ലക്ഷണങ്ങളും ഈ അസുഖത്തിനുണ്ട്. പിന്നെ ഇൻ്റർവ്യൂവിൽ അഞ്ജു കുറേ നേരം OCDനെ പറ്റി സംസാരിച്ചു. അതുപോലെ ഇൻ്റർവ്യൂവിൽ OCD കാരണമാണോ വിവാഹ ജീവിതം തകർന്നത് എന്ന് രമ്യ ചോദിക്കുന്നുണ്ട്. അപ്പോൾ OCD ഉള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. വളരെ സീരിയസ് ഒന്നും അല്ലെങ്കിലും ഒരുപാട് പേർക്ക് ഈ OCD ഉണ്ട്. അപ്പോൾ ഈ കാണുന്നവരിൽ പലർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഇതുമൂലം ഒരുപാട് താൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് അഞ്ജു ആവർത്തിച്ചു പറഞ്ഞിട്ടും രമ്യ വിടുന്ന ലക്ഷണമില്ല. പിന്നീട് ഡിവേഴ്സിന് ശേഷം ഭയങ്കരമായിട്ടുള്ളൊരു മെൻ്റൽ ഡിപ്രഷൻ ആയിരുന്നു അഞ്ജു വെളിപ്പെടുത്തുന്നുണ്ട്. ശേഷം കണ്ടിട്ട് തിരിച്ചു വരാം. അഞ്ജു പൊതുവെ ഏതൊരു കാര്യത്തിലും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും കൊടുക്കുന്നതാണ് ഫ്രം ദ ഹാർട്ട്. അത് എനിക്ക് അന്നും അറിയുന്നതിനകത്ത് എനിക്ക് പാട്ടിന്റെ ബേസിൽ എനിക്ക് അറിയുള്ളൂ. പക്ഷെ അഞ്ജുവിന്റെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ അത് ശരിയാണോ ആണോ. പൊതുവെ എല്ലാത്തിലും അതിൽ നിന്ന് അങ്ങനെ അഞ്ജുവിന് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസോ, അങ്ങനെ ഞാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, അങ്ങനെ എപ്പോഴെങ്കിലും ലൈഫിലപ്പോൾ തോന്നി? ഇൻ്റർവ്യൂ കണ്ടുവല്ലോ അല്ലേ? അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് മോശപ്പെട്ട ഫേസിലൂടെ കടന്നു പോയ ആളാണ് താനെന്ന് അഞ്ജു പറയുന്നുണ്ട്. എല്ലാം ഓക്കെ ആയിട്ട് വരാൻ ഒരുപാട് കാലം അതിനു വേണ്ടിയിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നു എന്നും അഞ്ജു പറയുന്നു. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും ആവർത്തിച്ച് വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് രമ്യ പിന്നെയും അഞ്ജുവിനോട് ചോദിക്കുന്നത്. ഒരു ഔചിത്യവുമില്ലാത്ത ചോദ്യങ്ങളാണ്. കുറച്ചുകൂടി കണ്ടിട്ട് തിരിച്ചു വരാം. മനുഷ്യരൊന്നും ഇല്ലല്ലോ, നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യും, മനുഷ്യരല്ലേ? ചിന്തിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് ഇതെല്ലാം മിസ്റ്റേക്സ് എന്നല്ലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ വീണിട്ടല്ലേ നടക്കാൻ പഠിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട്
അതിനെ ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. ഇപ്പൊ ഈ റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമല്ലല്ലോ, ഫ്രണ്ട്സുമായിട്ടുണ്ട്. നമുക്കൊക്കെ ഉണ്ടാവും, നമ്മൾ ചിലപ്പോ തെറ്റിപ്പോയേക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവുമായിരിക്കും. ബട്ട് ദാറ്റ്സ് ഓക്കെ. അതിനെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം ഇതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഇറ്റ്സ് ഗുഡ്. OCD കാരണം ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും വളരെ അധികം ആത്മാർത്ഥതയോടെയും ഡെഡിക്കേഷനോടെയും ആണ് അഞ്ജു സ്വന്തം വർക്ക് ചെയ്യുന്നത്. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്ന അഞ്ജുവിന് എന്തുകൊണ്ടാണ് വിവാഹം ബ്രേക്കപ്പ് ആയത് എന്ന് പിന്നെ അതിനെക്കുറിച്ചിട്ട് റിപ്പൻറ്റ് ചെയ്യുന്നുണ്ടോ വിഷമിക്കുന്നുണ്ടോ എന്നൊക്കെ രമ്യ ചോദിക്കുന്നുണ്ട്. ബ്രേക്കപ്പിൻ്റെ കാര്യം എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ് രമ്യ. ആദ്യം ഇൻഡയറക്റ്റൊക്കെ ആയിട്ടും പല രീതിയിലുമൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ, അവരവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ പബ്ലിക്കായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ചാൽ ഒരാൾക്ക് ഇതെങ്ങനെ വെളിപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ളൊരു ഔചിത്യബോധം പോലും ഇല്ലാതെയാണ് രമ്യ ആവർത്തിച്ച് ഇതേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ജു ഇതിന് നന്നായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. നമ്മൾക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പൊ ഇപ്പോഴത്തെ ഒരു റിലേഷനും ഇപ്പൊ ബ്രേക്കപ്പ് ആയതിൽ അതിലും അപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നില്ല? ഇല്ല, റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് വാസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. ആൻഡ് ഞാനിപ്പോൾ ഇങ്ങനെ ആവാൻ കാരണക്കാരൻ അതായിരുന്നു എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഒരു പരിധി വരെ ഞാൻ ഇത്ര ഓപ്പൺ ആയത്, ഞാൻ എന്നെ തന്നെ ഞാൻ ആരാന്ന് കണ്ടുപിടിക്കാനുള്ള ജേർണിയിലേക്ക് കയറിയതിനൊക്കെ ഒരു പരിധി വരെ ആ എക്സ്പീരിയൻസ് എന്നെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ചല്ലേ പറഞ്ഞത്. ഇപ്പൊ ഈ അഞ്ജുവിന്റെ തന്നെ റിലേഷനിലാണെങ്കിലും അഞ്ജു ഇപ്പൊ ഇതുപോലെ പലതവണ ഇങ്ങനെ നിങ്ങൾ ഇതായിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ചാൻസ് കൊടുക്കാം, വീണ്ടും ഇങ്ങനെ ഇതായി. പക്ഷെ നമ്മൾ എല്ലാവരും അതേല്ലേ, നമ്മൾ ആരും ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മൾ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുപോരില്ല. നമ്മൾ ഈ പറയുന്ന പോലെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്നേഹം നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ നമ്മൾ അവർ മൾട്ടിപ്പിൾ ചാൻസസ് നമ്മൾ കൊടുക്കും. പല തവണയും കൊടുത്തിട്ടും നമുക്ക് ആ ഒരു നമ്മളൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. എഗെയിൻ എനിക്കിത് വർക്ക്ഔട്ട് ആവുന്നില്ല, ഓക്കെ ഈ ഒരു ഇതെനിക്ക് ശരിയാവണില്ല എന്ന് നമുക്കൊരു പോയിന്റിൽ നമുക്ക് ആർക്കും നമ്മുടെ മൈൻഡ് അങ്ങനെ തോന്നും അല്ലേ. അങ്ങനെ അഞ്ജുവിന് തോന്നിയിട്ട് അഞ്ജു തന്നെയാണോ ഇനി ഇത് വേണ്ട എന്ന് പറഞ്ഞ് അത് ബ്രേക്കപ്പ് ചെയ്ത് പോണ ആണോ? എക്സാക്ട്ലി. കാരണം നമുക്കത് ആരെങ്കിലും ഒരാൾ ആ മൂവ് എടുത്തല്ലേ പറ്റത്തുള്ളൂ അതിനകത്ത്. പക്ഷെ അഞ്ജുവിൻ്റെ മറുപടി കേട്ടിട്ട് ഒന്നും രമ്യ തോറ്റ് പിന്മാറാൻ തയ്യാറല്ല. ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചിട്ട് ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്. അത് കേട്ടിട്ട് വരാം. നമ്മുടെ ആംഗിളിലും നമ്മുടെ ഇതിലല്ലേ നമ്മൾ തിങ്ക് ചെയ്യണത്. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഞാൻ തിങ്ക് ചെയ്യണതോ ശരിയാണോ? ഞാൻ ഈ വിചാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കുമോ ചിലപ്പോൾ ഫാക്ടറി എനിക്ക് തെറ്റിയതായിരിക്കുമോ? അങ്ങനെ ഒരു പ്രാവശ്യം കൂടെ എന്ന ചാൻസ് കൊടുക്കണം. ഞാനൊരു പക്ഷെ ഞാൻ ആലോചിക്കുന്നതിന്റെ കുഴപ്പമാണോ, ഞാൻ എന്ന് ഇങ്ങനെ മാറാം, എന്റെ തോട്ടിന്റെ കുഴപ്പമായിരിക്കും. അങ്ങനെ പ്രത്യേകിച്ചും ഇങ്ങനെ നമുക്കിപ്പോ ആങ്സൈറ്റി ഉണ്ടല്ലോ അഞ്ജുവിനെ സംബന്ധിച്ച്. അപ്പം ഞാനിങ്ങനെ ടൂ മച്ച് ആങ്ഷ്യസ് ആണ് എല്ലാ കാര്യത്തിലും. അപ്പൊ ഒരു പക്ഷെ എനിക്ക് റോങ് ആവാലോ. അപ്പം ഞാൻ ഈ ട്രാക്ക് മാറ്റി പിടിച്ചാൽ ചിലപ്പോൾ ഇത് സ്മൂത്ത് ആയി പോയാലോ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഒരു വിഷയം, ഈ സംഭവത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിന്റെ കാരണം എനിക്ക് പറയാൻ പറ്റത്തില്ല. സോ അത് പറയാത്തോടത്തോളം കാലം ഞാൻ ഇതിന് പറയാൻ പറ്റുന്നില്ല, ആൻസർ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ക്ലിയർ ആയി. ഓക്കെ, സാരില്ല, വിട്ടേക്കും. അപ്പൊ എന്താ അപ്പോൾ ഈ ബ്രേക്കപ്പ് ആയതിൻ്റെ ഉത്തരവാദിത്വം അഞ്ജുവിൻ്റെ തലയിൽ കെട്ടിവെക്കാനായിട്ട് മാക്സിമം രമ്യ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അഞ്ജുവിൻ്റെ സ്വഭാവം കാരണമാണ് ബ്രേക്കപ്പ് നടന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജു പുറത്തു പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ടും പിന്നീട് ആവർത്തിച്ച് ചോദിക്കുന്നതാണ് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ പുറത്തു പറയാനുള്ള ബുദ്ധിമുട്ട് ഉള്ള പല കാര്യങ്ങളും പല വ്യക്തികൾക്കും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ അവരെ ഇൻ്റർവ്യൂവിന് വിളിച്ച് വരുത്തിയിട്ട് ഇതൊക്കെ ചോദിച്ചിട്ട് വെളിപ്പെടുത്താനുള്ള രമ്യയുടെ പരിശ്രമം കാണുമ്പോഴേക്കും അതാണ് രമ്യയുടെ ഇൻ്റർവ്യൂവിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തൊക്കെയായാലും ഇങ്ങനത്തെ ഇൻ്റർവ്യൂവിനൊക്കെ ഗസ്റ്റിനെ വിളിക്കുമ്പോഴേക്കും പങ്കെടുക്കുന്നവർക്ക് ഒരു വിധത്തിലും ബുദ്ധിമുട്ട് തോന്നാതെയോ ഒരു മനസ്സിനൊരു വിഷമം ഉണ്ടാക്കാതെയോ ഇൻ്റർവ്യൂ സ്മൂത്തായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലൊരു ഇൻ്റർവ്യൂവറിൻ്റെ കടമയും അതിൻ്റെ ലക്ഷണവും. അല്ലെങ്കിൽ കാണുന്നവർക്ക് ഇതൊക്കെ വളരെയധികം അരോചകമായിട്ട് തോന്നും. കാരണം വല്ലവരുടെയും ജീവിതത്തിൽ ഒരു പരിധിക്ക് മേലെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിലോട്ട് കടന്ന് ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്നത് തന്നെ ഒരു ന്യായമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇനിയുള്ള ഇൻ്റർവ്യൂവിലെങ്കിലും രമ്യ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട്
രസകരമായിട്ടുള്ള രീതിയിൽ ഇൻ്റർവ്യൂ മുമ്പോട്ട് പോകാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ചോദിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തൊക്കെയായാലും ഈ ഒരു ഇൻ്റർവ്യൂ തന്നപ്പോൾ പഴയ കാലത്തെ ഐഡിയ സ്റ്റാർ സിംഗറിൽ ഒരു സ്റ്റാറായിട്ട് തിളങ്ങി നിന്നിരുന്ന അഞ്ജുവിൻ്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോഴേക്കും ഇതൊന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ടും ഇനിയും അടുത്ത് തന്നെ നിങ്ങളെയൊക്കെ കാണാം.